എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. അപ്പൊ എന്താണ് നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നീതിമാൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മറ്റുള്ളവരുടെ വഞ്ചനയെ, വഞ്ചിക്കുന്നവരെ പോലും, എന്നെ വഞ്ചിച്ച വ്യക്തിയുടെ കുറ്റത്തെ ഞാൻ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അപമാനത്തെ ഞാൻ സഹിക്കുന്നതാണ് വാസ്തവത്തിൽ നീതി എന്ന് പറയുന്നത്. അത്ര കുറഞ്ഞ കാര്യമൊന്നുമല്ല റൈച്ചസ്നെസ്. കാര്യം എ റൈച്ചസ് പേഴ്സൺ നെവർ വാണ്ട് ടു സീ ദാറ്റ് ഹി ഈസ് ഹർട്ടിങ് സംബഡി. മറ്റൊരാളെ ഹർട്ട് ചെയ്യുന്നത് അവന് ഇഷ്ടമല്ല. ഒരുത്തൻ നീതിമാനാണെങ്കിൽ മറ്റൊരാളെ അപമാനിക്കുന്ന കാര്യത്തിന് കൂട്ടുനിൽക്കത്തില്ല, അത് തന്നെ വഞ്ചിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല യോസഫിനെ പോലെ നീതിമാനാവുക എന്ന് പറയുന്നത്. നിയമം പറയാൻ എളുപ്പമാണ്. യോസഫ് നിയമമല്ല നോക്കുന്നത്, നീതിയാണ് നോക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നെല്ലാം നോക്കുന്നത് എന്താണ്? നിയമമാണ്. നിയമവും നീതിയും രണ്ടും രണ്ടാണ്. നിയമം ആളുകളെ അപമാനിക്കാൻ മടിയില്ലാത്തതാണ്. നിയമം ആളുകളെ ഉപദ്രവിക്കാൻ മടിയില്ലാത്തതാണ്. നിയമത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം അയാൾ തെളിവുകൾ മാത്രമേ നോക്കുന്നുള്ളൂ, വേറെ ഒന്നും നോക്കുന്നില്ല. അയാൾ നോക്കുന്നത് നിയമമാണ്, നീതിയല്ല. എന്നാൽ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് നിയമത്തിനും അപ്പുറത്താണ്. എന്താണ് അത്? അപമാനം ഏറ്റെടുക്കുകയാണ്, വഞ്ചിക്കുന്നവരെ പോലും സ്നേഹിക്കുകയാണ്. അങ്ങനെയുള്ള നീതി എന്ത് ചെയ്യണം? അതിനുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് തൃപ്തി ലഭിക്കും. എന്താ തൃപ്തി ലഭിക്കും? ദേ ഷാൽ ബി ഫിൽഡ്. അവർക്ക് നിറവ് ലഭിക്കുമെന്നാ പറയുന്നത്. അവർക്ക് നിറവ് ലഭിക്കും. എന്തിനു വേണ്ടി അവർ ദാഹിക്കുന്നു അത് അവർക്ക് ലഭിക്കും. ഫിൽഡ് എന്ന് പറയുമ്പോഴത്തെ ഫീഡ് ഓർ ഫാറ്റൻ എ കാറ്റിൽ വിത്ത് ഗ്രീൻ ഗ്രാസ്. നീതിക്ക് വിശക്കുന്നവരെ ദൈവം നീതി കൊണ്ട് നിറയ്ക്കും. നമ്മൾ 23 സങ്കീർത്തനം വായിക്കുമ്പോൾ, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അവിടെ നിറവാണ്. ആ ഇടയൻ അവനെ നിറയ്ക്കുകയാണ്. നിങ്ങൾ നീതിക്ക് വേണ്ടി, എന്ത് നീതിക്ക് വേണ്ടി? നിങ്ങളുടെ രോഷങ്ങൾക്ക് വേണ്ടിയല്ല, മാനുഷികമായി നിങ്ങളുടെ ചിന്തകൾക്ക് വേണ്ടിയല്ല, ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി അപമാനം ഏറ്റെടുക്കുന്നുവെങ്കിൽ, നിങ്ങളെ തന്നെ ന്യായീകരിക്കാതെ ന്യായമായി നിങ്ങൾക്ക് സംസാരിക്കാൻ ഉണ്ടായിട്ടും അത് പറയാതെ മറ്റൊരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്നേഹിതന്റെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് കാര്യമില്ല. ആരുടെയാണ്? നിങ്ങളെ അപമാനിക്കുകയും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് വേണ്ടി സ്വയം ത്യജിച്ച്, എന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ത്യജിച്ച്, എന്റെ മാന്യതയെ ഉപേക്ഷിച്ച്, ശരിക്കും ഈ മറിയയെ രഹസ്യമായിട്ട് ഉപേക്ഷിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും അവന് തല ഉയർത്തി പലസ്തീനിലൂടെ നടക്കാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്നും വേറെ കല്യാണം കഴിച്ചാലും എന്തോ സംഭവിച്ചാലും ആൾക്കാരെല്ലാം പറയും, എന്താണെങ്കിലും ഒരു കൊച്ചിന്റെ ജീവിതം കളഞ്ഞവനായി നടക്കുന്നത് ഇല്ലേ എന്നല്ലേ പറയത്തുള്ളൂ. ഒരു കൊച്ചിന്റെ ജീവിതം തൊലച്ചേച്ച് അവൻ നടക്കുന്നത് കണ്ടില്ലേ, സുഖിച്ച് നടക്കുന്നത് എന്നല്ലേ ചോദിക്കത്തുള്ളൂ. ആ അപമാനം മുഴുവൻ ഏറ്റെടുക്കുവാൻ തയ്യാറായവനാണ് ആര്? യോസഫ്. അവനെക്കുറിച്ച് വേദോസം രേഖപ്പെടുത്തുന്നത് നീതിമാൻ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദേ വിൽ ബി ഫിൽഡ്. അവർക്ക് നിറവ് വരും. ദൈവം അവരെ നിറയ്ക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 14 നമ്മൾ അവിടെ കാണുന്നത്, ബട്ട് whoever drinks of the water that I shall give him will never thirst. The water that I shall give him will become in him a spring of water welling up to eternal life. A spring of water. ജീവൻ നീരുറവയായിത്തീരും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന്റെ ഉള്ളിൽ എന്തായിത്തീരും? അത് ജീവന്റെ നീരുറവയായിത്തീരുമെന്നാണ് പറയുന്നത്. അതാണ് ഇൻഫില്ലിംഗ്. കാര്യം എന്താ? നിറയുക മാത്രമല്ല, സ്പ്രിങ്സ് ഉള്ളത് കൊണ്ട് എന്താണ്? നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവന്റെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന തൃപ്തി ഉണ്ടല്ലോ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടും? തൃപ്തി ലഭിക്കും. They shall be filled. വലിയൊരു നിറവ്. 6-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലും അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ ജീസസ് said, I am the bread of life. He who comes to me shall not hunger, and he who believes in me shall never thirst. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ.
അവൻ നിറയുന്നത് യേശുവിനാലാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. അവന് കർത്താവ് അവനെ തന്നെ കൊടുക്കുകയാണ്. ഞാൻ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുമ്പോൾ കർത്താവ് അവനെ കൊണ്ട് എന്നെ നിറയ്ക്കുകയാണ്. ഹി ഈസ് ദ ബ്രെഡ് ഓഫ് ലൈഫ്. അവനാണ് നമ്മുടെ റൈച്ചിയസ്നെസ്. നമ്മൾ 2 കൊരിന്ത്യർ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം എന്നാണ്, യേശുവാണ്, ക്രിസ്തുവാണ് നമ്മളുടെ നീതി. അവൻ നമ്മുടെ നീതി. റോമാലേഖനം 5-ാം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും യേശു ക്രിസ്തുവിലൂടെയാണ്, ത്രൂ ജീസസ് അവർ ലോർഡ്, യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ നീതീകരണത്തിന്റെ ചാനൽ. അതാണ് വലിയ ദാഹം, യേശുവിനെ പ്രാപിക്കുവാനുള്ള വലിയ ഒരു ദാഹം. യോഹന്നാന്റെ സുവിശേഷം 7-ാം വാക്യത്തിൽ ഇതേപോലെ തന്നെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തോട്ടൊഴുകും. റിയൽ സാറ്റിസ്ഫാക്ഷൻ, പ്യുവർ സാറ്റിസ്ഫാക്ഷൻ. അവനെ തന്നെ കാണുന്ന ഒരു സ്റ്റേജ്. അതാണ് നമ്മുടെ എല്ലാ മോഹങ്ങളുടെയും അവസാനമായിട്ട് നമ്മൾ കാണുന്നത്. സങ്കീർത്തനം 17-15 വായിക്കുമ്പോൾ അവിടെ ലോകത്തിന്റെ സംതൃപ്തിയും, ഇവിടെ പറഞ്ഞല്ലോ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി ലഭിക്കും. എന്നാൽ ലോകത്തിന്റെ തൃപ്തിയും ദൈവം നൽകുന്ന തൃപ്തിയും തമ്മിലുള്ള വ്യത്യാസം 14-15 വാക്യം വായിക്കുമ്പോൾ, തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന് തന്നെ പിടിപ്പിക്കണമേ, അവരുടെ ഓഹരി ആയുസ്സിലത്രേ, നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു, അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, അവർ തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേച്ച് പോകുന്നു. ഇതെല്ലാം ലൗകിക പുരുഷന്മാരുടെ കാര്യമാണ്, ദൈവിക അനുഗ്രഹങ്ങളായിട്ടല്ല പറയുന്നത്. എന്താണ്? അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, men of this world whose only concern in earthly gain, and you have filled them with your treasures. ദൈവം എന്ത് ചെയ്യുന്നു? നിന്റെ ധനം കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്ന, നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. ആരാ നിറച്ചിരിക്കുന്നത്? ദൈവം. പക്ഷെ എന്തുകൊണ്ടാണ് നിറച്ചത്? അതാണ് അതിനകത്തെ ചോദ്യം. men of this world whose only concern in earthly gain. ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമേ അവർ ആഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവർക്ക് ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ കൊടുത്തു. അപ്പം ഭൂമിയിൽ സകല നിറവും ഉള്ളവന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. അവന്റെ മനസ്സിൽ ഭൂമിയിലുള്ളത് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവന് ഭൂമിയിലുള്ളതെല്ലാം ദൈവം കൊടുത്തു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളം ഉണ്ടെന്നല്ല, ശരിക്കും അവരുടെ പുത്രന്മാർക്കും പുത്രന്മാരുടെ പുത്രന്മാർക്കും വേണ്ടുവോളം ഉണ്ടെന്നാണ്. മക്കളുണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇഷ്ടം പോലെയുണ്ട്. അവർ തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ബിക്കോസ് അവർക്ക് ഇഷ്ടം പോലെ ബാക്കിയുണ്ട്, അവർ എല്ലാം സമ്പത്തുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവരുടെ ഹൃദയത്തിലും മനസ്സിലും ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഭൂമിയിലെ കാര്യം. അതുകൊണ്ട് ദൈവം അവർക്ക് ഭൂമിയിലെ കാര്യങ്ങൾ കൊടുത്തു. ഇഫ് യു ലവ് മണി യു വിൽ ഹാവ് മണി, ഇഫ് യു ലവ് ജീസസ് യു വിൽ ഹാവ് ജീസസ്. പണത്തെ സ്നേഹിക്കുന്നവന് പണത്തെ കിട്ടും, യേശുവിനെ സ്നേഹിക്കുന്നവന് യേശുവിനെ കിട്ടും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല, നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ പറഞ്ഞല്ലോ, നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി എന്ന് പറഞ്ഞാൽ എനിക്കും മറ്റൊരാൾക്കും മധ്യത്തിൽ ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജ്, സെദാക്ക, ഹീബ്രു വേർഡ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയാണ്, അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, അവർ കൊച്ചുമക്കൾക്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ് ഇൻ മൈ ലൈഫ്. ഐ ഡോണ്ട് കെയർ. ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എനി ഓഫ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. വാട്ട് ഈസ് മൈ പാഷൻ? എന്റെ പാഷൻ എന്താണ്? എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ. എനിക്കൊരു കാര്യം ഉറപ്പാക്കണം. എന്താണ്? ഞാൻ ദൈവത്തെ കാണുന്നത് നീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തെ കാണുന്നത് എനിക്കും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലാതെ ആയിരിക്കും. ഞാൻ ഉണരുമ്പോൾ, ഇവിടെ ഒരു എസ്കറ്റോളജിക്കലായിട്ടുള്ള ഒരു വേഴ്സ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഉണരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉണരുമ്പോൾ മാത്രമല്ല, വെൻ ഐ റീച്ച് ഹെവൻ, ആ അർത്ഥം കൂടെ അതിനകത്തുണ്ട്. രണ്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ എസ്കറ്റോളജിക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ടുകൊണ്ട്, അഥവാ നിന്നെ കണ്ടുകൊണ്ട്, നിന്റെ രൂപം പ്രാപിച്ചുകൊണ്ട്. ഹീബ്രുവിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പല വേർഡ്സും ഹീബ്രുവിലെ വേർഡ്സ് വളരെ കുറവാണ്, വൊക്കാബുലറി വളരെ കുറവാണ്. അതുകൊണ്ട് പല ഭാഗങ്ങളും പല രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും. ഞാൻ അവിടെ വരുമ്പോൾ നിന്റെ രൂപം പ്രാപിച്ചുകൊണ്ട്, നിന്നെപ്പോലെ ആയിക്കൊണ്ട്, നിന്റെ രൂപം കണ്ടുകൊണ്ട് ഞാൻ തൃപ്തനായിക്കൊള്ളാം. I shall be satisfied seeing you, your face in righteousness. നിന്റെ രൂപം കണ്ടുകൊണ്ട്. സ്വർഗത്തിൽ എനിക്ക് യേശുവിന്റെ മുഖം കണ്ടാൽ മതി. അല്ലാതെ എൻ്റെ പാഷൻ അതാണ്. എനിക്ക് വേറെ പാഷനില്ല. ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന പ്രശസ്തയായ എഴുത്തുകാരിയെ, പാട്ടുകാരിയെ നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും. 7000-ലധികം പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരു ഫാനി ക്രോസ്ബിയുടെ പാട്ടുകളാണ്. ട്രോമിനിയറും അതുപോലെ പോകലിലെ കടന്നെ നീ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൽ പല പാട്ടുകളുണ്ട്. ഈ ഫാനി ക്രോസ്ബി, യു നോ ദാറ്റ് ഷീ വാസ് ബ്ലൈൻഡ്. ഭയങ്കര കഷ്ടമായ കാര്യമാണ്.
പക്ഷെ ഫാനി ക്രോസ്ബിയുടെ ജീവിതത്തിൽ ഭയങ്കരമാണ്. ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഫാനി ക്രോസ്ബിയെ അവിടെ പാസ്റ്റർ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ ഇത്രയും ഗാനങ്ങൾ എഴുതി. ഒരുപക്ഷെ ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ടാണ് നീ ഇവർക്ക് കാഴ്ച കൊടുക്കാത്തത്? ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇവർക്ക് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. പക്ഷെ ഫാനി ക്രോസ്ബി മറുപടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, പാസ്റ്ററുടെ ആ എന്നോടുള്ള സന്മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് കർത്താവ് എൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് കാഴ്ച വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നായിരിക്കും ഞാൻ പറയുന്നത്. ഞാനത് റിബല്യസ് ആയതുകൊണ്ടൊന്നും അല്ല, ഒരുപക്ഷെ റിബല്യസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം, അതുകൊണ്ടല്ല. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം, ഞാൻ തീരെ ചെറിയ പ്രായത്തിലാണ് ബ്ലൈൻഡ് ആയത്. ഒന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ മനസ്സിൽ ഒരു രൂപവും, ലോകത്തിലെ ഒരു രൂപവും, ഒരു മനുഷ്യൻ്റെ രൂപവും ഒന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയില്ല. അപ്പം ഞാൻ ഇതുവരെയുള്ള ഒരു കാഴ്ചകളും എൻ്റെ മനസ്സിലില്ല, ബോധപൂർവമായ ഒരു കാഴ്ചകളും എൻ്റെ മനസ്സിലില്ല. എൻ്റെ പ്രാർത്ഥന, എനിക്കറിയാം ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അന്ധയായിരിക്കത്തില്ല. മൈ ഐസ് ആർ ഓപ്പൺ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആദ്യമായിട്ട് എൻ്റെ കണ്ണ് തുറന്ന് ഞാൻ കാണുന്ന രൂപം ഭൂമിയിലെ ഒരു രൂപമാകരുത്, എൻ്റെ പ്രാണനാഥൻ്റെ മുഖമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ്. ഈ സങ്കീർത്തനക്കാരൻ പറയാണ്, ഭൂമിയിലെ സമ്പത്തോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് നിനക്ക് മധ്യത്തിലൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് തന്നെയല്ല കർത്താവെ, ഞാൻ ഉണരുമ്പോൾ, നിന്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, നിന്റെ രൂപം കണ്ട്, നിന്റെ മുഖം കണ്ട് ഞാൻ തൃപ്തനായിക്കൊള്ളാം. എൻ്റെ മക്കളും കൊച്ചുമക്കളും ധനികരായിരിക്കുന്നത് കണ്ടല്ല ഞാൻ സംതൃപ്തനാകുന്നത്, സമ്പത്ത് കണ്ടിട്ടല്ല ഞാൻ സംതൃപ്തനാകുന്നത്. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനായിക്കൊള്ളാം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ തീർക്കാൻ വീണ്ടെടുത്തെന്നെ സ്വർഗകനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ തീർക്കാൻ വീണ്ടെടുത്തെന്നെ സ്വർഗകനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ
ലജ്ജിതനായി തീർന്നു പോകാതെ നല്ല ദാസൻ എന്നു ചൊല്ലുന്നാൾ തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചക്കാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ മാർവിലെന്നെ ചേർത്തിടും തൻ കൊന്നുമാർവിൽ മുത്തിടും ഞാൻ. ഹായെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ